Did you have your breakfast? Yes. Okay, good. Today we are going to learn computer. Last class we learned a lesson parts of computer. Uses of parts of computer. കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങളുടെ യൂസസ്. കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങൾക്ക് നമുക്ക് കുറച്ച് അറിയാമായിരുന്നു. കുറച്ചുകൂടി കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങൾ പഠിച്ചു. അതിന്റെ യൂസസ് പഠിച്ചു. ഗൂഗിൾ മീറ്റിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചു. നിങ്ങൾ എല്ലാവരും ആൻസർ പറഞ്ഞു. നല്ല കുട്ടികളാണ്. അപ്പോൾ നമുക്ക് എന്താണ് അതിൽ ആ ലെസൺ കഴിഞ്ഞു. അതിൽ ഇനി കുറച്ച് എക്സസൈസ് ഉണ്ട്, നോട്ട്സും ഉണ്ട്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് പോയാലോ? എക്സസൈസ്. ടിക്ക് ദ കറക്റ്റ് ഓപ്ഷൻ. ഹൗ മെനി മെയിൻ പാർട്സ് ഓഫ് ദ കമ്പ്യൂട്ടർ ആർ ദെയർ? 5, 2, 4. There are 4 main parts of computer. Okay, tick the option 4. Which device displays whatever we type with the keyboard? നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എവിടെ കൂടിയാണ് കാണുന്നത്? പ്രിൻ്റർ ആണോ, കീബോർഡ് ആണോ, മോണിറ്റർ ആണോ? യെസ്, മോണിറ്റർ. അപ്പോൾ നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ കാണുന്നത് മോണിറ്റർ കൂടിയാണ്. വിച്ച് വൺ ഈസ് ദ പോയിൻറ്റിംഗ് ഡിവൈസ്? ഏതാണ് പോയിൻറ്റിംഗ് ഡിവൈസ്? വെബ്കാം ആണോ, മൗസ് ആണോ, മൈക്കാണോ? പോയിൻറ്റിംഗ് ഡിവൈസ് mouse. Tick the option mouse. Filling the blanks. Next is filling the blanks. Okay, first question. The first one, the two types of monitor are dash and dash. Two type of monitor, CRT and LCD. CRT and LCD. Okay. The second one, the dash is the brain of the computer. Which part is known as brain of the computer? CPU. You should write CPU. Okay. The next one, the dash has 2 buttons on the top and a scroll wheel in the between. എന്താണ്? ഏത് കമ്പ്യൂട്ടറിൻ്റെ ഭാഗത്തിനാണ് 2 ബട്ടൺ ഉള്ളത്? അതുപോലെ എന്തുണ്ട്? എ സ്ക്രോൾ വീൽ, ഒരു വീലും ഉണ്ട്, കറങ്ങുന്ന വീലും ഉണ്ട്. ഏത് മധ്യഭാഗത്തായിട്ട്? അത് ഏത് കമ്പ്യൂട്ടറിൻ്റെ ഭാഗത്തിനാണ്? യെസ്, മൗസ്. യു ഷുഡ് റൈറ്റ് mouse. M-O-U-S-E, mouse. Okay, next. Fourth one, by using dash we hear the sound without disturbing others. മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്ക് പാട്ടോ മറ്റ് സൗണ്ടുകളോ ഒക്കെ കേൾക്കാൻ പറ്റും. അത് ഏത് കമ്പ്യൂട്ടറിൻ്റെ ഭാഗത്തു കൂടിയാണ്? headphone. Okay. You should write headphone. By using headphone we hear the sound without disturbing others. The fifth one, a battery stores electrical power inside the dash. എന്താണ് ഇലക്ട്രിക്കൽ പവർ? കറണ്ട് സേവ് ചെയ്ത് വെക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗമാണ്. അതിനകത്ത് ബാറ്ററിയിലാണ് കറണ്ട് സേവ് ചെയ്ത് വെക്കുന്നത്. അത് കമ്പ്യൂട്ടറിൻ്റെ ഏത് ഭാഗമാണ്? UPS. UPS. You should write UPS. Okay. Next, read the clues and unjumble the words to get the correct answer. അവിടെ ക്ലൂ തന്നിട്ടുണ്ട്, അതിന് വേർഡും തന്നിട്ടുണ്ട്. അത് എന്താണ്? ഷഫിൾ ചെയ്തിട്ടിരിക്കുകയാണ്. അതിൻ്റെ ലെറ്റേഴ്സ് എല്ലാം ഷഫിൾ ചെയ്തിട്ടിരിക്കുകയാണ്. നിങ്ങളത് കറക്റ്റ് ചെയ്ത് ഇവിടെ എഴുതണം. അപ്പോൾ അതൊന്ന് ടീച്ചർ വായിച്ചു തരാം. അപ്പോൾ കറക്റ്റ് ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം. ഓക്കെ. ഇറ്റ് ലുക്സ് ലൈക്ക് എ ടെലിവിഷൻ. കമ്പ്യൂട്ടറിൻ്റെ ഏത് ഭാഗമാണ് ടെലിവിഷൻ പോലെ ഇരിക്കുന്നത്? ഇവിടെ ഷഫിൾ ചെയ്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങളത് കറക്റ്റായിട്ട് ഇവിടെ എഴുതണം. അത് ടീച്ചർ പറഞ്ഞു തരില്ല.
ഹോംവർക്കാണ്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടൈപ്പിംഗ് ടെക്സ്റ്റ്. ടൈപ്പ് ചെയ്യാനായിട്ട് ഈ കമ്പ്യൂട്ടറിൻ്റെ ഭാഗം യൂസ് ചെയ്യുന്നു. അതേതാണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഷഫിൾ ചെയ്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗം ഏതെന്ന് നിങ്ങൾക്കറിയാം, അതിവിടെ എഴുതുക. The next one, it makes the computer to work for some time if there is a sudden power failure. പെട്ടെന്ന് കറണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കമ്പ്യൂട്ടറിൻ്റെ ഒരു ഭാഗം. ആ ഭാഗത്ത് എന്താണ്, കറണ്ട് സേവ് ചെയ്ത് വെച്ചിരിക്കും. അത് നമുക്കറിയാം ഏത് ഭാഗത്താണ് കറണ്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബാറ്ററിയിലാണ് സേവ് ചെയ്ത് വെക്കുന്നത്. അതേത് കമ്പ്യൂട്ടറിൻ്റെ ഭാഗമാണ്? ഇവിടെ എഴുതിയിട്ടുണ്ട്, ഷഫിൾ ചെയ്ത് നിങ്ങളത് കറക്റ്റായിട്ട് ഇവിടെ എഴുതുക. Next one, the fourth one, it is also called mic. ഇതിന് മൈക്കിന് വേറൊരു പേര് ആണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിന് മൈക്കിന് വേറൊരു പേര്, അല്ലെങ്കിൽ ഈ എഴുതിയിരിക്കുന്നതിന് വേറൊരു പേരാണ് മൈക്ക്. അപ്പോൾ അത് ഏതാണെന്ന് നിങ്ങളിത് നോക്കണം. നോക്കിയതിന് ശേഷം ഇവിടെ എഴുതണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താ, ടെക്സ്റ്റിൽ നോക്കണം. ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് മൈക്കിന് വേറൊരു പേര് എന്താണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി നിങ്ങളിവിടെ എഴുതുന്നത് ഹോംവർക്കാണ്. നെക്സ്റ്റ്, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. എന്താണ്, ക്വസ്റ്റ്യൻ ആൻസർ ആണ്. അത് നോട്ട്ബുക്കിൽ തരാം. ഓക്കെ. ഫൺ ആക്ടിവിറ്റി. നിങ്ങൾക്കൊരു ആക്ടിവിറ്റി ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. കളക്ട് ആൻഡ് പേസ്റ്റ് ദ പിക്ചേഴ്സ് ഓഫ് ദ ഫോളോയിങ് പാർട്സ് ഓഫ് ദ കമ്പ്യൂട്ടർ ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ് ബിലോ. ഇവിടെ കമ്പ്യൂട്ടറിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പിക്ചർ നിങ്ങളിവിടെ പേസ്റ്റ് ചെയ്യണം. അഥവാ പിക്ചർ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വരച്ചാലും മതി. ഈ കമ്പ്യൂട്ടറിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ വരച്ചാലും മതി. ഇനി നമുക്ക് നോട്ടിലേക്ക് പോകാം. ആൻസർ ദ ഫോളോയിങ്. വാട്ട് ഈസ് എ മൗസ്? മൗസ് ഈസ് എ പോയിൻറ്റിംഗ് ഡിവൈസ്. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് UPS? Uninterrupted power supply. What is the purpose of using microphone? Microphone is used to record the music, voice and sound into the computer. Next, what does the scanner do? It can read words, pictures or numbers printed on a sheet of paper and change it into a form that a computer can understand. What is a pen drive? Pen drive is a small and compact storage device. Children, you should write in your computer notebook and study. Okay children, bye. Good morning everyone. എല്ലാവരും സുഖമായിട്ടിരിക്കുമായിരിക്കും. ഭക്ഷണമൊക്കെ കഴിച്ച് റെഡി ആയിട്ട് പഠിക്കാനായിട്ട് ഇരിക്കുവാണല്ലേ. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ പോയം ഒക്കെ പഠിച്ചു. ഹു ഹാസ് സീൻ ദ വിൻഡ് പോയം പഠിച്ചു. ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇന്ന് നമുക്ക് നോക്കാനുള്ള കുറച്ച് ഗ്രാമർ പോർഷൻ ആണ്. അതിന് മുന്നേ ടീച്ചർ ഒരു കാര്യം പറയുവാണ്. ഈ വരുന്ന മൺഡേയിൽ ടീച്ചർ പ്രിയ സ്ട്രീമിന്റെ ടെസ്റ്റ് പേപ്പർ ഇടും. അപ്പൊ നന്നായിട്ട് എല്ലാവരും പഠിച്ച് റെഡി ആയിട്ട് വേണം മൺഡേ ഇരിക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ആക്ടിവിറ്റീസ് ചെയ്യാം. ഓക്കെ. Okay, all of you take your textbook. Please listen here. Page number 13 edukku 1 3 13. Okay, grammar. Must, must not. Must, must not. Read the following. We must obey our parents. We must obey our parents. We must not be late for school. We mustn't be late for school. We must not be late for school. ഓക്കെ, നമ്മൾ മസ്റ്റും മസ്റ്റ് നോട്ട്. മസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തീർച്ചയായും ചെയ്യുന്നത് അല്ലേ? മസ്റ്റായിട്ട് ചെയ്യുന്ന കാര്യം നമ്മൾ പറയുമ്പോൾ മസ്റ്റ് ചേർത്ത് നമ്മൾ റിയൽ ലൈഫിലൊക്കെ നമ്മൾ എന്താണ് പറയാറുണ്ട്? വി മസ്റ്റ് ഒബേ അവർ പാരൻസ്. എന്താണ്? തീർച്ചയായും എന്താണ്? പാരൻസിനെ അനുസരിക്കണം. പാരൻസ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കേണ്ടതുണ്ട്. വി മസ്റ്റ്
തീർച്ചയായും ചെയ്യേണ്ട കാര്യമാണ് അല്ലേ. വി മസ്റ്റ് നോട്ട് ബി ലേറ്റ് ഫോർ സ്കൂൾ. എന്താണ്, നിങ്ങൾ സ്കൂളിൽ എത്താൻ വൈകരുത്. മസ്റ്റ് നോട്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ല. മസ്റ്റ് നോട്ട് ബി ലേറ്റ് ഫോർ സ്കൂൾ. മസ്റ്റ് മീൻസ് ആൻ obligation to do something. Must not is an obligation not to do something. എന്താണ് ചെയ്യാൻ, തീർച്ചയായും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, ചെയ്യേണ്ടതായ കാര്യങ്ങൾ. മസ്റ്റ്, വി മസ്റ്റ് ഒബേ അവർ പാരൻസ്. ഇതാണ്, തീർച്ചയായും നമ്മുടെ പാരൻസിനെ നമ്മൾ അനുസരിക്കണം, അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം. വി മസ്റ്റ് നോട്ട് ബി ലേറ്റ് ഫോർ സ്കൂൾ. നമ്മളൊരിക്കലും ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. സ്കൂളിൽ പോകുന്ന നിങ്ങൾ സ്കൂളിൽ എത്താൻ വൈകരുത്. മസ്റ്റ് നോട്ട് ബി ലേറ്റ് ഫോർ സ്കൂൾ. ഓക്കെ, നെക്സ്റ്റ് പേജ് എടുക്കൂ. പേജ് നമ്പർ 14. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് മസ്റ്റ് ഓർ മസ്റ്റ് നോട്ട്. ടീച്ചർ, ചിൽഡ്രൻ, യു ഡാഷ് റൈറ്റ് നീറ്റ്ലി. യു ഡാഷ് എൻ്റർ someone's room without knocking. You dash wash your hands before a meal. We dash say thank you when we get a present. We dash throw stones at animals. We dash throw stones at animals. Okay, first one, teacher, children, you dash write neatly. അപ്പോൾ ഇവിടെ മസ്റ്റാണോ മസ്റ്റ് നോട്ടാണോ വരുന്നത്, തീർച്ചയായും ചെയ്യേണ്ടതാണോ എന്നുള്ളത് നോക്കുക, അല്ലെങ്കിൽ മസ്റ്റ് നോട്ട്. ടീച്ചേഴ്സ് ആയാലും നമ്മൾ നിങ്ങളോടായാലും പറയുമല്ലേ, എന്താണ് കുട്ടികളെ, നിങ്ങൾ എന്ത് ചെയ്യണം, നീറ്റായിട്ട് എഴുതണം. യു മസ്റ്റ് റൈറ്റ് നീറ്റ്ലി. യു ഡാഷ് എൻ്റർ someone's room without knocking. We must not enter someone's room without knocking. You dash wash your hands before a meal. You must, തീർച്ചയായും, you must wash your hands before a meal. We dash say thank you when we get a present. We must say thank you when we get a present. We dash throw stones at animals. We must not throw stones at animals. ഓക്കെ, അപ്പോൾ ഇതുപോലെ നീറ്റായിട്ട് മസ്റ്റും മസ്റ്റ് നോട്ടും നീറ്റായിട്ട് എഴുതി ടീച്ചറിനെ കാണിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, റൈറ്റിംഗ് ദ വിൻഡ്. Write 7 sentences about the wind. Use phrases from box 1, box 2 and box 3. Okay, box 1, box 2, box 3 എന്ന് 3 columns ഉണ്ട്. അതിൽ box 1ൽ നോക്കൂ, everyone, no one. Box 2, can hear, can feel, can see, can touch, can taste, can eat, can smell. Box 3, the wind, it. എന്താണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ? 7 സെൻറ്റൻസസ് എന്തിനെക്കുറിച്ച് എഴുതാനാണ്? വിൻഡിനെ കുറിച്ച്. റൈറ്റ് 7 സെൻറ്റൻസസ് എബൌട്ട് ദി വിൻഡ്. വിൻഡിനെ കുറിച്ച് എഴുതാനാണ്. ഓക്കെ, ബോക്സ് 1, 2, 3 ഇങ്ങനെ 3 ബോക്സസ് ഉണ്ട്. അതിൽ കുറച്ച് ഫ്രേസസ് യൂസ് ചെയ്ത് നമുക്ക് എന്താ ചെയ്യേണ്ടത്? സെൻറ്റൻസ് മേക്ക് ചെയ്യണം. ആദ്യത്തെ ഒരു 1 ഒന്നല്ലെങ്കിൽ 2 ടീച്ചർ പറഞ്ഞു തരും, ബാക്കി നിങ്ങൾ നീറ്റായിട്ട് സ്വയം ചെയ്യുക. ബോക്സ് 1ൽ നോക്കി, എവരിയോൺ. എവരിയോൺ ക്യാൻ ഹിയർ ഉണ്ട്, ക്യാൻ ഫീൽ ഉണ്ട്, ക്യാൻ സീ, ക്യാൻ ടച്ച്, ക്യാൻ ടേസ്റ്റ്, ക്യാൻ ഈറ്റ്, ക്യാൻ സ്മെൽ. ഓക്കെ, എവരിയോൺ ക്യാൻ ക്യാൻ സ്മെൽ. ഓക്കെ, എവരിയോൺ can hear the wind. Everyone can hear the wind. Okay, അപ്പോൾ ഇവിടെ എന്താ എഴുതേണ്ടത്? everyone can hear the wind. ഓക്കെ, അതൊരു സെൻറ്റൻസ് ആയല്ലേ. നെക്സ്റ്റ് നോക്കി, everyone can feel the wind. Everyone can feel the wind. Everyone can feel the wind എന്ന് ഇവിടെ എഴുതാം. നെക്സ്റ്റ് നോക്കിയേ, no one
can see the wind. No one can see the wind. No one can see the wind. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇതുപോലെ ടീച്ചർ ഒരു 3 എണ്ണം പറഞ്ഞു തന്നു. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനെ സ്യൂട്ടായിട്ടുള്ളത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് എഴുതുക. 7 സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്ത് ടീച്ചറിനെ ടെക്സ്റ്റിൽ തന്നെ എഴുതിയാൽ മതി. എഴുതി ടീച്ചറിൻ്റെ ടെക്സ്റ്റ് കാണിക്കുക. ഓക്കെ ഓക്കെ, all of you take your notebooks. Fill in the blanks with must or must not. Teacher, children, you dash write neatly. You must write neatly. You dash enter someone room without knocking. You must not enter someone room without knocking. You dash wash your hands before a meal. You dash wash your hands before a meal. You must wash your hands before a meal. Okay. We must say thank you when we get a present. We must not throw stones at animals. We must not throw stones at animals. Okay, ഇതുപോലെ നീറ്റായിട്ട് ലൈൻ ടച്ച് ചെയ്ത് എഴുതി ടീച്ചറിൻ്റെ നോട്ട്സ് കാണിക്കുക. ഓക്കെ, മോർണിംഗ് ചിൽഡ്രൻ. നമ്മൾ ഈക്ക് മാത്രമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമുക്ക് ഇന്ന് പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ. പീലി, നീലി, ഗീലി, ഫീഗി, മീഠി. ചാബി, ചാബി. മാലി, മാലി. ദാനി. हाथी, साथी, സാഠി. ഇത്രയുമാണ് ഇന്ന് പഠിക്കേണ്ടത് കേട്ടോ. ഇന്നലെ ടീച്ചർ വായിക്കാം. പീലി, നീലി, അറിയാമല്ലോ മാത്രയാണ്, ഈ മാത്രയാണ്. അത് ചേർത്ത് എഴുതുമ്പോഴത്തേക്ക് വായിക്കുന്നതാണ് ടീച്ചർ വായിക്കുന്നത്. ഫീഗി, മീഠി. ചാബി, ചാബി. മാലി, ദാനി, ഹാത്തി, സാഥി, സാഠി. നമുക്കിത് നോട്ട്ബുക്കിൽ എഴുതാം. All of you take your notebook and write today's date and day. നോക്കി ടെക്സ്റ്റിൽ വായിച്ചതെന്ന് തന്നെയാണ് നീറ്റായിട്ട് നോട്ട്ബുക്കിൽ എഴുതണം കേട്ടോ. പീലി, നീലി, ഗീലി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ടീച്ചർ വായിക്കേണ്ടത്? പ, ഈക്ക് മാത്ര, ല, ഈക്ക് മാത്ര, ന, ഈക്ക് മാത്ര, ല, ഈക്ക് മാത്ര. ഇത് രണ്ടൊപ്പം എങ്ങനെ വായിക്കും? പീലി, നീലി. അതേപോലെ തന്നെ ഓരോ അക്ഷരവും തന്നിരിക്കുന്നു. അതിൽ ഈക്ക് മാത്രമേ തന്നിട്ടുണ്ട്. അത് ജോയിൻ ചെയ്ത് എഴുതണം ശ്രദ്ധിച്ച്. ഗീലി, ഫീഗി, മീഠി, ചാബി, മാലി, ദാനി, ഹാത്തി, സാഥി, സാഠി. നീറ്റായിട്ട് ശ്രദ്ധിച്ചെഴുതണം. ശ്രദ്ധിച്ചെഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം. നീറ്റായിട്ട് ഇത്രയും തന്നെ എത്തുള്ളൂ. കുറച്ചേ പഠിപ്പിക്കുന്നുള്ളൂ. മനസ്സിലാക്കി തന്നെ എഴുതണം. നീറ്റായിട്ട് എഴുതണം. ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണേ. നമുക്കിന്ന് ബാക്കി 4 അക്ഷരം കൂടെ പഠിക്കാം. നമ്മൾ എ മുതൽ ടി വരെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? ഇത് നമുക്ക് 4 അക്ഷരം യു, വി, ഡബ്ല്യു, എക്സ് എന്നിട്ടത് കണക്ട് ചെയ്ത് എഴുതുന്ന എങ്ങനെയാണെന്ന് കൂടെ നോക്കാം. ആദ്യം ഒന്ന് എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, ജെ, കെ, എൽ, എം, എൻ, ഒ, പി, ക്യു, ആർ, എസ്, ടി. ഇത് ഇത്ര എല്ലാവരും എഴുതി കഴിഞ്ഞ് നല്ല ഭംഗിയായിട്ട് എല്ലാവരും എഴുതി നമുക്ക് ഈ 4 അക്ഷരം എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. നോക്കി. യു, യു, ബി, ഡബ്ല്യു, എക്സ്. ഇനി അത് കണക്ട് ചെയ്ത് എങ്ങനെയാണ് എഴുതുന്നത് നമുക്കൊന്ന് നോക്കാം. യു, വി, ഡബ്ല്യു, എക്സ്. ഇതുപോലെ എല്ലാവരും ആ നോട്ടിൽ
ആദ്യം ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ട് കണക്ട് ചെയ്ത് എഴുതിയിട്ട് ആ ഒരു പേജ് ഇനി എല്ലാവരും പുതിയതായിട്ട് എഴുതുന്ന 4 അക്ഷരം ഫുൾ എഴുതുക കേട്ടോ. എല്ലാവരും ഒരിക്കൽ കൂടെ ആ എഴുതുന്ന കൂട്ടത്തിൽ ടീച്ചർ പറഞ്ഞതുപോലെ ഏത് അക്ഷരം മുതൽ നമ്മൾ പഠിച്ചു ഏത് വരെ പഠിക്കുന്നതായിട്ട് എഴുതുമ്പോൾ ഒരു പേജിൽ എ മുതൽ എക്സ് വരെ കൂടെ ഒന്ന് എഴുതുക. അടുത്ത ക്ലാസ്സിൽ വൈ ആൻഡ് ഇസഡ് ആകുമ്പോഴത്തേക്ക് സ്മോൾ ലെറ്റർ കഴിഞ്ഞ് ഇനി നമുക്ക് വേർഡ്സ് തുടങ്ങാം കേട്ടോ. ഒന്ന് ടീച്ചറെ നോട്ടിൽ എങ്ങനെയാണ് എഴുതുന്നതെന്ന് കാണിച്ചു തരാം. ടേക്ക് ഇംഗ്ലീഷ് നോട്ട് 4 ലൈൻ ബുക്ക് നോട്ട് എഴുതി കേഴ്സീവ് റൈറ്റിംഗ് എടുക്കുന്ന ബുക്ക് എടുത്തിട്ട് അത് നോക്കൂ. യു യു വി ഡബ്ല്യു എക്സ് കണക്ട് ചെയ്ത് എഴുതുന്നത് യു വി ഡബ്ല്യു എക്സ്. ഒരിക്കൽ കൂടി യു വി ഡബ്ല്യു എക്സ് യു വി ഡബ്ല്യു എക്സ്. ഇത് എഴുതുമ്പോൾ ടീച്ചർ പറഞ്ഞതുപോലെ വേറൊരു പേജിൽ എ മുതൽ എക്സ് വരെ ഒന്ന് എഴുതുക ആദ്യം. അത് എഴുതി കഴിഞ്ഞിട്ട് ഈ ഇന്നത്തെ 4 ലെറ്റേഴ്സും ഒന്നുകൊണ്ട് എഴുതി കണക്ട് ചെയ്ത് എഴുതുക. ഇതുവരെ പഠിച്ച അക്ഷരങ്ങളെല്ലാം ഫ്രൈഡേ ആകുമ്പോഴത്തേക്കും എ മുതൽ എക്സ് വരെ എഴുതുക കേട്ടോ. ഇന്ന് ഒരു പേജിൽ എ മുതൽ എക്സ് വരെ എഴുതിയതിന് ശേഷം ഫുൾ എഴുതിയതിന് ശേഷം ഇന്ന് പഠിപ്പിച്ച ഈ 4 ലെറ്റേഴ്സും കൂടെ എല്ലാവരും എഴുതുക. ഓക്കെ.